ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി, ബിസിനസ് എന്താണ് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ബിസിനസ്സിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ബിസിനസ്സിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, economic activity. Business is considered to be an economic activity because it is undertaken with the objective of earning money or livelihood. Business is considered to be an economic activity. നമുക്കറിയാം എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആക്ടിവിറ്റി വിച്ച് ഈസ് അണ്ടർടേക്കൺ ബൈ പീപ്പിൾ ഫോർ ഏർണിംഗ് മണി ഓർ ലൈവ്ലിഹുഡ്. ഒരാൾക്ക് ജീവിക്കാനുള്ളത്, അയാളുടെ സമ്പത്ത്, സ്വത്ത് ഇതൊക്കെ നേടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാറ്. അപ്പോൾ ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. കാരണം ബിസിനസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ വെൽത്ത് നേടാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ബിസിനസ് ചെയ്യുന്നത് എല്ലാവരും എക്കണോമിക് ആക്ടിവിറ്റിയാണ്. കാരണം അവിടെ ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ വെൽത്ത് നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ദെൻ സെക്കൻഡ് വൺ, പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എവരി ബിസിനസ് ഷുഡ് എയ്തർ പ്രൊഡ്യൂസ്ഡ് ഓർ പ്രൊക്യൂർഡ് ദി ഗുഡ്സ് ഇൻ വിച്ച് ഇറ്റ് ഡീൽസ്. എവരി ബിസിനസ് ഷുഡ് എയ്തർ പ്രൊഡ്യൂസ്ഡ് ഓർ പ്രൊക്യൂർഡ് ദ ഗുഡ്സ് ഇൻ വിച്ച് ഇറ്റ് ഡീൽസ്. അപ്പോൾ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ സാധനങ്ങൾ എക്വയർ ചെയ്യുന്നു, ശേഖരിക്കുന്നു. എന്തിന്? അവരുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുകിൽ ബിസിനസ് എന്ത് ചെയ്യും? സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ആ സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറും, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം, ശേഖരിച്ചതിന് ശേഷം അത് മറ്റുള്ളവർക്ക് കൈമാറാറുണ്ട്. അപ്പോൾ അങ്ങനെ ബിസിനസ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുകയോ ശേഖരിക്കുകയോ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കൈമാറ്റം നടത്തുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ ബിസിനസ്സിലും എന്തുണ്ടാവണം? ആ സാധനങ്ങളുടെ ഉൽപ്പാദനം ഉണ്ടാവണം, അല്ലെങ്കിൽ സാധനങ്ങളുടെ വാങ്ങൽ, വിൽക്കൽ ഇവ നടക്കണം. ഗുഡ്സ് മേ ബി കൺസ്യൂമർ ഗുഡ്സ്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഓർ ക്യാപിറ്റൽ ഗുഡ്സ്. ഗുഡ്സ് ഏതൊക്കെ തരത്തിലാവാം? കൺസ്യൂമർ ഗുഡ്സ് ആവാം, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ആവാം. ഗുഡ്സ് 3 തരത്തിലാവാം: കൺസ്യൂമർ ഗുഡ്സ്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഓർ ക്യാപിറ്റൽ ഗുഡ്സ്. ഇങ്ങനെ ഗുഡ്സ് 3 തരത്തിലാവാം. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമർ ഗുഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഡ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ കൺസംഷൻ. ഗുഡ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ കൺസംഷൻ. എന്താ കൺസംഷൻ എന്ന് പറഞ്ഞാൽ? ഉപഭോഗം അല്ലെങ്കിൽ ഉപയോഗം. നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഉപഭോഗം നടത്താൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പെന്ന്, നോട്ട് ബുക്ക്, ഷുഗർ, പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന റൈസ്. അപ്പോൾ ഇങ്ങനെ പല സാധനങ്ങളും നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? കൺസ്യൂമർ ഗുഡ്സ് എന്ന് വിളിക്കും. ദെൻ സെക്കൻഡ് വൺ, ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ സ്റ്റീല്, സിമൻറ്റ് എക്സെട്ര. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്? ഈ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മറ്റ് സാധനങ്ങൾ നിർമ്മിക്കും. ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് അതർ ടൈപ്സ് ഓഫ് ഗുഡ്സ്. ഇപ്പോൾ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല സാധനങ്ങളും നിർമ്മിക്കുന്നു, സിമൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കുന്നു. അപ്പോൾ മറ്റുള്ള സാധനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ മൂന്നാമത്തത് എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫർണിച്ചർ, മെഷീനറി ഇതുപോലെയുള്ള സാധനങ്ങൾ. ദെൻ സർവീസസ്. സർവീസസും നമ്മൾ ബിസിനസ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലും വിൽക്കലും അല്ലെങ്കിൽ ഉൽപ്പാദനവും വിൽപ്പനയുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സർവീസസ് മേ ഇൻക്ലൂഡ് ഫെസിലിറ്റീസ് ഓഫേർഡ് ടു കൺസ്യൂമേഴ്സ് ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇലക്ട്രിസിറ്റി എക്സെട്ര. അപ്പോൾ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾക്ക് നൽകുന്ന, ഓഫർ ചെയ്യുന്ന സർവീസസ്, സൗകര്യങ്ങളെയാണ് നമ്മൾ സർവീസസ് എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന സൗകര്യങ്ങൾ, അതിനെയാണ് സർവീസസ് എന്ന് വിളിക്കുന്നത്. ഏതൊക്കെ വരാം? ട്രാൻസ്പോർട്ടേഷൻ വരാം, ബാങ്കിങ്, ഇലക്ട്രിസിറ്റി, വെയർഹൗസിങ്, അഡ്വർടൈസിങ്, ഇതുപോലെയുള്ള ധാരാളം സേവനങ്ങൾ
ഫെസിലിറ്റീസ് ആർക്ക് നൽകാറുണ്ട്? കൺസ്യൂമേഴ്സിന് നൽകാറുണ്ട്. അപ്പോൾ കൺസ്യൂമേഴ്സിന് നൽകുന്ന ഈ സേവനങ്ങളെയാണ് നമ്മൾ സർവീസസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. There should be sale or exchange of goods or services between the seller and the buyer. അപ്പോൾ എന്ത് വേണം? There should be sale or exchange of goods or services between the seller or buyer. അപ്പോൾ വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിൽ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ വിൽപ്പനയോ കൈമാറ്റമോ നടക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അതിനെ എന്ത് വിളിക്കൂ? ബിസിനസ് എന്ന് വിളിക്കും. ആൻ ആക്ടിവിറ്റി വിച്ച് ഈസ് കോൾഡ് ബിസിനസ് വെൻ സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ ദി ബയർ ആൻഡ് സെല്ലർ. വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിൽ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ കൈമാറ്റമോ അല്ലെങ്കിൽ വിൽപ്പനയോ നടക്കണം. ഇത് നടന്നാൽ മാത്രമേ നമ്മളൊരു ആക്ടിവിറ്റി എന്ത് വിളിക്കുള്ളൂ? ബിസിനസ് എന്ന് വിളിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ബിസിനസ് ആവണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ വിൽപ്പനയോ കൈമാറ്റമോ നടക്കണം. ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഫോർ പേഴ്സണൽ കൺസംഷൻ ഈസ് നോട്ട് എ ബിസിനസ്. പേഴ്സണൽ കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തിപരമായ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കിയാൽ അതിനെ എന്ത് വിളിക്കില്ല? ബിസിനസ് എന്ന് വിളിക്കില്ല. നമ്മൾ കഴിഞ്ഞ എക്കണോമിക് നോൺ എക്കണോമിക്കും ഒക്കെ പറയുന്ന സമയത്ത് ഹൗസ് വൈഫ് കുക്കിംഗ് ഫുഡ് ഫോർ ഹർ ഫാമിലി, അവിടെ എന്താണ്? ഹൗസ് വൈഫ് എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു. അപ്പോൾ അതെന്തല്ല? ബിസിനസ് അല്ല. എന്താ കാരണം? അവിടെ സാധനങ്ങൾ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടല്ല? കൈമാറ്റം നടത്താനോ വിൽപ്പന നടത്താനോ വേണ്ടിയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തല്ല അത്? ബിസിനസ് അല്ല. അപ്പോൾ ബിസിനസ് ആവണമെങ്കിൽ എന്ത് നടക്കണം? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെയിൽ നടക്കണം. സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ, സെയിൽ നടക്കുകയാണെങ്കിൽ ആ ആക്ടിവിറ്റിയാണ് നമ്മൾ ബിസിനസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഫോർ പേഴ്സണൽ കൺസംഷൻ ഈസ് നോട്ട് ബിസിനസ് ആക്ടിവിറ്റി. അപ്പോൾ പേഴ്സണൽ കൺസംഷന് വേണ്ടിയിട്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ അതെന്തല്ല? ബിസിനസ് ആക്ടിവിറ്റി അല്ല എന്നുള്ളത് മൂന്നാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ ഓർക്കണം. ഇത് നമ്മൾ എക്കണോമിക്കും നോൺ എക്കണോമിക്കും പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എക്കണോമിക്കാണ് എന്ത്? സാധനങ്ങൾ സേവനങ്ങൾ ഉണ്ടാക്കുന്നത് ലൈവ്ലിഹുഡ് നേടാനാണ്. ഇനി ഹൗസ് വൈഫ് കുക്ക് ചെയ്യുന്നത് എന്തല്ല? ഇനി ഒരു ഹോട്ടലിൽ എന്ത് ചെയ്യുന്നു? ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ് പറയൂ? ഹോട്ടലിൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ബിസിനസ് ആക്ടിവിറ്റിയാണ്. കാരണം എന്താ? ഹോട്ടലുകാർ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണോ? ഒരിക്കലുമല്ല. അത് മറ്റുള്ളവർക്ക് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടാണ്. ദെൻ ഫോർത്ത് വൺ, ഡീലിങ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. ബിസിനസ് ഇൻവോൾവ്സ് ഡീലിങ്സ് ഇൻ ഗുഡ്സ് ഓർ സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. എ സിംഗിൾ ട്രാൻസാക്ഷൻ കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ ബിസിനസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബിസിനസ് ഇൻവോൾവ്സ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ഓർ സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. സ്ഥിരമായിട്ട് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഡീലിങ്സ്, കൈമാറ്റം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് നടക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അതിനെ എന്ത് വിളിക്കൂ? ബിസിനസ് എന്ന് വിളിക്കുകയുള്ളൂ. അപ്പോൾ ബിസിനസ് എന്ന് വിളിക്കണമെങ്കിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഡീലിങ്സ് റെഗുലർലി എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് സ്ഥിരമായിട്ട് നടക്കണം. അത് എ സിംഗിൾ ട്രാൻസാക്ഷൻ, ഒരു ഇടപാട് മാത്രം നടക്കുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കില്ല? ബിസിനസ് എന്ന് വിളിക്കില്ല. നമ്മളൊരു നോട്ട് ബുക്ക് വാങ്ങിക്കുന്നു, അതെന്തല്ല? ബിസിനസ് അല്ല. നേരെ മറിച്ച് നിങ്ങൾ കുറേ നോട്ട് ബുക്കുകൾ വാങ്ങിച്ചിട്ട് വേറൊരാൾക്ക് വിൽക്കുന്നു, അതെന്തായി? ബിസിനസ്സായി. അപ്പോൾ അങ്ങനെ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ മാത്രം വരികയാണെങ്കിൽ അത് ബിസിനസ് അല്ല. കുറേ ഇടപാടുകൾ നടക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? ബിസിനസ് എന്ന് വിളിക്കാം. അപ്പോൾ ബിസിനസ് ഇൻവോൾവ്സ് ഡീലിങ്സ് ഇൻ ഗുഡ്സ് ഓർ സർവീസസ് ഓൺ റെഗുലർ ബേസിസ് ഓർ കണ്ടിന്യൂസ് ബേസിസ്. തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് നടക്കണം, സ്ഥിരമായിട്ട് നടക്കണം, റെഗുലറായിട്ട് നടക്കണം. അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ ആ ആക്ടിവിറ്റി എന്തല്ല? ബിസിനസ് അല്ല. അപ്പോൾ ബിസിനസ് ആക്ടിവിറ്റി ഈസ് carried on regularly. സെയിൽ ഓർ ഡീലിങ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് റെഗുലർലി, സ്ഥിരമായിട്ട് നടക്കണം, കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നടക്കണം. അങ്ങനെ നടന്നാൽ മാത്രമേ നമ്മൾ അതിനെ എന്ത് വിളിക്കുകയുള്ളൂ? ബിസിനസ് എന്ന് വിളിക്കുകയുള്ളൂ. എ പേഴ്സൺ സെൽസ് ഹാസ് ആൻ ഓൾഡ് സ്കൂട്ടർ ഈവൻ അറ്റ് എ പ്രോഫിറ്റ് കനോട്ട് ബി എ ബിസിനസ്. ഒരാൾ എന്ത് ചെയ്യുന്നു? അയാളുടെ സ്കൂട്ടർ ലാഭത്തിന് വിൽക്കുന്നു. പക്ഷെ എന്നാലും നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നില്ല? ബിസിനസ് എന്ന് വിളിക്കുന്നില്ല. എന്താ കാരണം? അവിടെ അയാൾ സ്ഥിരമായിട്ട് വിൽപ്പന നടക്കുന്നില്ല. അയാളുടെ ബിസിനസ്സിൽ ലാഭത്തിനാണ് വിറ്റതെങ്കിൽ പോലും നമ്മളതിനെ ബിസിനസ് എന്ന് വിളിക്കുന്നില്ല. അതിൻ്റെ കാരണം അയാൾക്ക് ലാഭം കിട്ടുന്നുണ്ട്, പക്ഷെങ്കിൽ അയാൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല. ദെൻ ഫിഫ്ത്ത് വൺ, പ്രോഫിറ്റ് ഏണിംഗ്. വൺ ഓഫ് ദി മെയിൻ പർപ്പസ് ഓഫ് ബിസിനസ് ഈസ് ടു ഏൺ പ്രോഫിറ്റ്. One of the main purpose of the ultimate aim of every business is to earn profit. നമുക്ക് പറയാൻ പറ്റും എല്ലാ ബിസിനസ്സിൻ്റെയും അന്തിമ ലക്ഷ്യം, പ്രധാനപ്പെട്ട ലക്ഷ്യം, മെയിൻ പർപ്പസ്, മെയിൻ ഉദ്ദേശം എന്തായിരിക്കും?
ലാഭമാണ്. ലാഭം നേടുക എന്നുള്ളതാണ്. അപ്പോൾ ലാഭം നേടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ബിസിനസ്സും പ്രവർത്തിക്കുന്നത്. പ്രോഫിറ്റ് ഇല്ലെങ്കിലോ ആ ബിസിനസ് പിന്നെ ബിസിനസ് അല്ല. Businessmen should take all possible efforts to maximize the profit by increasing sales volume or reducing cost. എല്ലാ ബിസിനസ്മാനും എന്ത് ചെയ്യണം? അവരുടെ ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് കുറക്കണം. അതോടൊപ്പം തന്നെ സെയിൽസ് വർദ്ധിപ്പിക്കുകയും വേണം. സെയിൽസ് മാക്സിമം വർദ്ധിപ്പിച്ചാൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുകയുള്ളൂ? ലാഭം കൂടുതൽ കിട്ടുകയുള്ളൂ. അതോടൊപ്പം തന്നെ അതിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ചിലവ് കുറയ്ക്കുകയും വേണം. റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. അപ്പോൾ കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്താൽ മാത്രമേ ആ ബിസിനസ്സിന് എന്ത് കിട്ടുകയുള്ളൂ? ലാഭം കിട്ടുകയുള്ളൂ. അപ്പോൾ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് വിളിക്കുകയുള്ളൂ. ലാഭമുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് എന്ന് വിളിക്കുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, 6th one. Uncertainty of return. 6th one, uncertainty of return. No business can predict its future profit. ഒരു ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, മുൻകൂട്ടി നിർവചിക്കാൻ പറ്റില്ല, മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ബിസിനസ്സിന് ഇത്ര ലാഭം കിട്ടുമെന്ന് ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. സോ നോ ബിസിനസ്, എനി ബിസിനസ് മാൻ ക്യാൻ പ്രെഡിക്റ്റ് ഇറ്റ്സ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഒരു ബിസിനസ്മാനും അയാളുടെ ഭാവിയിലുള്ള പ്രോഫിറ്റ് എത്രയാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളത് മറ്റൊരു ഫീച്ചറാണ്, ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ ഫീച്ചറാണ്. നോ ബിസിനസ്മാൻ ക്യാൻ പ്രെഡിക്റ്റ് ഓർ കാൽക്കുലേറ്റ് ഇറ്റ്സ് പ്രോഫിറ്റ്. ഒരു ബിസിനസ്മാനും അവരുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനും സാധിക്കില്ല. ദെൻ നെക്സ്റ്റ് വൺ, എലിമെൻറ്റ്സ് ഓഫ് റിസ്ക്. Every business is subject to risk due to various reasons. For example, change in fashion, fire, theft, natural calamities, etc. Every business is subject to risk due to various reasons. നമുക്കറിയാം എല്ലാ ബിസിനസ്സിലും നഷ്ടസാധ്യതയുണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ നഷ്ടസാധ്യതയാണ്. നമുക്കത് അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കാനുണ്ട്, ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ബിസിനസ്സിൽ നഷ്ടമുണ്ടാവാനുള്ള സാധ്യത, നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകൾക്ക് ധാരാളം കാരണങ്ങളുണ്ട്. അതിലുള്ള കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞ് ചേഞ്ച് ഇൻ ഫാഷനിൽ മാറ്റങ്ങൾ വരിക, ഫയർ തീപിടുത്തം ഉണ്ടാവുക, തെഫ്റ്റ് മോഷണം സംഭവിക്കുക, നാച്ചുറൽ കലാമിറ്റീസ് പ്രകൃതിക്ഷോഭങ്ങൾ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്രളയം പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ബിസിനസ്സിൽ നഷ്ടം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ബിസിനസ്സിൽ നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യത ധാരാളമുണ്ട്. എല്ലാ ബിസിനസ്സിലും എന്തുണ്ടാവും? റിസ്ക് ഉണ്ടാവും. റിസ്ക് ഈസ് ഇൻഹറൻറ്റ് ഇൻ ബിസിനസ് എന്നാണ് പറയുക. റിസ്ക് ഈസ് ഇൻഹറൻറ്റ്, അലിഞ്ഞു ചേർന്നത്. ഇൻഹറൻറ്റ് എന്ന് പറഞ്ഞാൽ അലിഞ്ഞു ചേർന്നത്. എല്ലാ ബിസിനസ്സിലും റിസ്ക് അലിഞ്ഞു ചേർന്നതാണ്. അപ്പോൾ എല്ലാ ബിസിനസ്സിലും എന്തുണ്ടാവണം? റിസ്ക് ഉണ്ടാവണം. വിത്തൗട്ട് റിസ്ക് നോ ബിസിനസ്. ബിസിനസ്സിൽ റിസ്ക് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. അപ്പോൾ എല്ലാ ബിസിനസ്സിൻ്റെയും ഒരു പ്രത്യേകതയാണ് ദർ ഷുഡ് ബി സം സോർട്ട് എമൗണ്ട് ഓഫ് റിസ്ക്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു റിസ്ക് എല്ലാ ബിസിനസ്സിലും ഉണ്ടാവും എന്നുള്ളതാണ്. ഇത്രയും ഫീച്ചേഴ്സ് ഓർത്ത് വെക്കുക.